അഞ്ചാം ദിവസവും ദൗത്യസംഘത്തെ വട്ടം ചുറ്റിക്കുക തന്നെയാണ് ബേലൂർ മഖന എന്ന ഈ ആക്രമണകാരിയായ മോഴയാന. രാവിലെ പനവലിക്കടുത്ത് മാനുവയിലായിരുന്നു ആന. അത് ഉച്ചയോടെ കുതിരക്കോട് വനമേഖലയിലേക്ക് നീങ്ങി. പിന്നീട് മറ്റൊരു മോഴയാനയ്ക്കൊപ്പം ചേർന്നിരിക്കുന്ന ഈ ബേലൂർ മഖന അങ്ങനെ തന്നെ സഞ്ചാരം തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് രണ്ടാനകളും കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡ് മുറിച്ചു കടന്ന് മാനുവേൽ ഭാഗത്തേക്ക് പോയത്. ദൗത്യത്തിനായി കർണാടകയിൽ നിന്നുള്ള 25 സംഘവും കൂടി എത്തിയിട്ടുണ്ട്. അരുൺ അമർനാഥ് വിവരങ്ങളുമായിട്ട്. അരുൺ, ഈ കർണാടകയിൽ നിന്നുള്ള സംഘം നേരത്തെ ഈ ആനയെ പിടികൂടിയിട്ടുള്ള അനുഭവസ്ഥരായ സംഘമാണോ? അവർ എങ്ങനെയാണ് കേരളത്തിലെ ഈ ദൗത്യ സംഘത്തിന് ഒപ്പം ചേരുക? കുതിരക്കോട്, പനവല്ലി, ആലത്തൂർ, ബേഗൂർ, അതെ ദിവിഷ്, കർണാടകയിൽ വെച്ച് ഈ മഗ്നയെ ബേലൂരിൽ നിന്ന് പിടികൂടിയ 25 അംഗ സംഘമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ദൗത്യ സംഘത്തോടൊപ്പം ചേർന്നിരിക്കുന്നത്. അന്ന് 10 ദിവസം എടുത്തായിരുന്നു ഈ കർണാടകയിലെ സംഘം, ബേലൂരിലെ ഈ സംഘം ഈ ദൗത്യം പൂർത്തിയാക്കിയത്. അതിന് സമാനമായ സാഹചര്യം ഇവിടെയും തുടരുകയാണ്. ആദ്യ 5 ദിനങ്ങളും ഇപ്പോൾ 5 ദിനം അവസാനത്തോടടുക്കുമ്പോഴും സമാനമായ രീതിയിലാണ്. ആനയുടെ സഞ്ചാരം തന്നെയാണ് ഈ ദൗത്യത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി ഈ കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡ് മുറിച്ചു കടന്ന ആന ഇന്ന് രാവിലെ ഈ ഒരു പ്രദേശത്ത് തുടരുകയായിരുന്നു. അവിടെ നിന്നാണ് ഇന്നിപ്പോൾ ഈ കുതിരക്കോട് മേഖലയിലേക്ക് ആന എത്തിയിരിക്കുന്നത്. അപ്പോൾ വനംവകുപ്പിന് ഈ സഞ്ചാരം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഒപ്പം തന്നെ ഉള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മോഴയാന ഈ ആനയ്ക്കൊപ്പം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മയക്കുവെടി എന്നൊരു സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ഈ മോഴയാനയെ ദിശ മാറ്റി വിടേണ്ടി വരും. ഈ ഒരു ബേലൂർ മഗ്നയെ മറ്റൊരു ദിശയിലേക്ക് മാറ്റേണ്ടി വരും. അത്തരം ഒരു സാഹചര്യം എല്ലാം മുന്നിലുണ്ട്. അതിലെല്ലാം ആദ്യം വേണ്ടത് ഈ ആനയെ അനുയോജ്യമായ ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ആന വലിയ രീതിയിൽ ഒരു ദിശ മാറി പോകുന്ന സാഹചര്യമുണ്ട്. കിലോമീറ്ററുകളോളം ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരെ ആന സഞ്ചരിച്ചിരിക്കുന്ന ഒരു 20 കിലോമീറ്ററിന് മുകളിലാണ്. അപ്പോൾ അത് ഈ ദൗത്യ സംഘത്തിന് വലിയൊരു വെല്ലുവിളിയായി തന്നെ മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ദൗത്യ സംഘത്തിന് മുന്നിൽ ഒരു പ്ലാൻ ബി ഉണ്ടാകേണ്ടതായിരിക്കുന്നു. ഈ മോഴയാനയെ അവിടുന്ന് മാറ്റണം. അപ്പോൾ തന്നെ അനുയോജ്യമായ ഒരു ഭൂപ്രകൃതി ആയിരിക്കണം. ഈ എല്ലാ വനമേഖലയിലും, തോൽപ്പെട്ടിയായാലും ബാവലി മേഖലയിലും ഒക്കെ ആണെങ്കിലും ഈ ഒരു ആനയോളം പൊക്കമുള്ള അടിക്കാടുകൾ തന്നെയായിരുന്നു ദൗത്യത്തിന് വെല്ലുവിളിയായത്. അപ്പോഴാണ് ഈ മോഴയാന കൂടെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം, വനംവകുപ്പിന് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. ഈ സാഹചര്യം മറികടന്നുകൊണ്ട് മാത്രമേ ഈ ഒരു മിഷൻ പൂർത്തീകരിക്കും, മയക്കുവെടി എന്നൊരു ലക്ഷ്യത്തിലേക്ക് വനംവകുപ്പിന് എത്താനാകൂ എന്നുള്ളൊരു സാഹചര്യം ഈ 5ാം ദിനവും തുടരുന്ന ഒരു സ്ഥിതിഗതി തന്നെയാണ് നിലവിലുള്ളത്. ദിവിഷ. ശരി, അരുൺ അമൃതാഥാണ് വിവരങ്ങൾ നൽകിയത്.